നമസ്കാരം. PV അൻവർ MLA-ക്കെതിരെ വിമർശനവുമായി PC ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അൻവർ ഇതൊന്നും നേരത്തെ വെളിപ്പെടുത്താത്തത് എന്ന് PC ജോർജ് ചോദിക്കുന്നു. PV അൻവറിന് ആദ്യം പിന്തുണ നൽകിയത് KT ജലീലും കാരാട്ട് റസാഖുമാണ്. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണോ അൻവറിന് പിന്നിലുള്ളത് എന്ന് സംശയിക്കുന്നുവെന്നും PC ജോർജ് ആരോപിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതിൽ കർണാടക സർക്കാർ നടത്തിയ പ്രവർത്തനം അഭിനന്ദനീയമാണ് എന്നും അർജുന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തുടർന്ന് മര്യാദകളാണ്. അദ്ദേഹം രാജിവെച്ച് മാറണം. അതോടൊപ്പം സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണം. അത് CBI എൻക്വയറി ആയിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഞാൻ നമ്മുടെ അൻവറിന്റെ പ്രസ്താവനയെല്ലാം വായിച്ചു. ഞാൻ 2023 ഫെബ്രുവരി മാസത്തിൽ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിന് കോപ്പിയാക്കിയിട്ടുള്ളത്. പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് നാടിന് അപമാനം. ഈ അൻവർ പറഞ്ഞ കാര്യം തന്നെയാണ്. 2023 ഫെബ്രുവരി 16-ാം തീയതി ഞാൻ പറഞ്ഞതാണ്. അത് തീർന്നില്ല, ഇനിയുണ്ട്. മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം PC ജോർജ്. ഇത് 2022 ജൂൺ 13-ാം തീയതി നടത്തിയ പത്രസമ്മേളനം. ഒരു 6 വർഷമായി മുഖ്യമന്ത്രിയുടെ ഈ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് തന്നെയല്ല, ഇത് രണ്ടും മാത്രം എടുത്താൽ മതി. അൻവർ എവിടെ ആയിരുന്നു അന്ന് അറിയണ്ടേ? അൻവറിന് എന്താ ഇപ്പം ചാടി ഒരു ചേതവികാരം, അഴിമതി സ്വജനപക്ഷപാതം എന്നൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ? അവിടാണ് പ്രശ്നം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? അതാണ് ഈ കൂടുതൽ സംശയം തോന്നാനും കാര്യങ്ങൾ വിശദമായി പഠിക്കാനും ഞാൻ ഇടയായി. അൻവറിന്റെ പ്രശ്നം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കാണിക്കുന്നത് മുഴുവൻ തെറ്റാതെ വിശ്വസിക്കുന്നതാണ് ശരി. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിപ്പോ എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന കസ്റ്റംസിനെ ഇട്ടിച്ച് കടന്നു പോകുന്ന, അല്ലെ കസ്റ്റംസിന് ശേഷം പുറത്തു വരുന്ന കള്ളക്കടത്തുകാർ, അവരെ പോലീസ് പരിശോധിക്കും. ഏത്? ഈ ADG നേതൃത്വമുള്ള പോലീസ് സംഘം അവിടെ അനുവാദത്തോടി. അവിടെ നിന്ന് 500 കിലോ സ്വർണം പിടിച്ചാൽ 250 കിലോ പോലീസ് എടുക്കുന്നു, ബാക്കി 250 കേസാക്കും. ഇതാണ്. അതുകൊണ്ട് ഈ പോലീസ് സംവിധാനം മാറ്റം വേണം. ഈ പോലീസ് സംവിധാനം ശരിയല്ല. എന്റെ അർത്ഥം മനസ്സിലായില്ലേ? കസ്റ്റംസിനെ കളിപ്പിച്ച് സ്വർണം കടത്തി കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷിക്കേണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പച്ചയ്ക്ക്. എന്താ കാര്യം? 500 കിലോ സ്വർണം പിടിച്ചാൽ 250 കിലോ പോലീസ് എടുത്താൽ 250 ഗവൺമെന്റിലേക്ക് വരിക. ശരിയെന്നല്ല, 250 കിലോ വരും. അൻവർ പറഞ്ഞതനുസരിച്ച് അവിടെ പോലീസ് പരിശോധിക്കാൻ പാടില്ല. അപ്പൊ 500 കൊടുത്തു വിട്ടേക്കാൻ. അപ്പൊ ഇതിന് സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്തവരാണ് അൻവർ എന്ന് പറയേണ്ടി വരും. ഞാൻ വളരെ വിശദമായി പഠിച്ചപ്പോ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണ്ണക്കള്ളക്കടത്തിന് കേസ് എടുത്തിട്ടുള്ളത് ആളുകൾ ആര് എന്ന് നോക്കിയപ്പോ 100-ൽ ഇന്ത്യ മഹാരാജ്യത്താൻ തോന്നുന്നു 100-ൽ 60% മുകളിൽ കേരളം. മഹാരാഷ്ട്ര ഉണ്ട്, പക്ഷെ 60% കേരളമാണ്. ആ കേരളത്തിൽ എവിടെ നോക്കിയപ്പോ 98% മലപ്പുറം ജില്ലയിലാണ്. മതിയോ? അതെന്താ? 98% മലപ്പുറം ജില്ലയിൽ നിന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് പ്രതികളായിട്ടുള്ളത്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കള്ളക്കച്ചവടമാണെന്ന് പറയാൻ കാരണം അതാണ്. വേറെ നിങ്ങൾ ആലോചിക്കണം. ഈയിടെ പത്രസമ്മേളനത്തെ സപ്പോർട്ട് ചെയ്താരാ? അൻവറിന്റെ പത്രസമ്മേളനം നടക്കുന്ന തീരുന്നതിന് പുറമെ പിന്തുണ കൊടുക്കാൻ നമ്മുടെ
ആളൊന്ന് KT ജലീൽ മുൻ മന്ത്രിയാ. അയാളാരാ? ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നിരോധിത സംഘടനയായ മുസ്ലിം ഭീകര സംഘടനയായ സിമിയുടെ കേരളത്തിന്റെ ചീഫാണ് ജലീൽ. നിഷേധിക്കാൻ പറ്റും. ഇപ്പൊ രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരാ സിമിയുടെ ചീഫ് കേരളത്തിൽ? ജലീൽ തന്നെയല്ലേ. നിഷേധിക്കട്ടെ. അത് പങ്കാളിത്തമുള്ളവരാണ് മുഖ്യമന്ത്രി മകളെ കെട്ടിയത്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ജലീലല്ലേ ഇതിന്റെ നേതാവ്. എന്നിട്ട് വർത്താനം പറയുക. ഒരു സംശയമില്ല. വേറൊന്നും ആലോചിക്കേണ്ട. സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളപ്പണ ഇടപാട്, കൊലപാതകം. ഇത് കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെ ഇയാള് പറഞ്ഞിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? ജലീൽ പറഞ്ഞത് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി 1 കൊല്ലമായി കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ അൻവർ എന്തുകൊണ്ടും മിണ്ടാതിരുന്നു ഇത്രയും നാളും? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ. ഞാൻ ഇതിന്റെ ആരോപണമായിട്ട് ഉന്നയിച്ച തിരുവനന്തപുരത്ത്, കോഴിക്കോട്ട്, എറണാകുളത്ത്, തിരികെ കോട്ടയം നമ്മുടെ പ്രസ് ക്ലബിൽ നടത്തി 10 സമ്മേളനത്തിൽ കണക്കുകൾ ഉച്ചരിച്ച് 22 പ്രാവശ്യം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പം എന്തുകൊണ്ടാണ് സമയത്തെല്ലാം ഈ അൻവർ പിന്തുണ കൊടുത്തു? പറയണേ അൻവർ. ഇപ്പൊ അൻവർ പറയാണ് കുഴപ്പമായി പോയി, ശരിയല്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അതായത് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ പറയാം. അതായത് മുഖ്യമന്ത്രി UAE പോവാ. UAE പോകുമ്പോ നമ്മുടെ പോയി കഴിഞ്ഞ് വിളിച്ചു പറയുകയാണ്, അങ്ങനെ അദ്ദേഹത്തിന് ഒരു ബഗേജ് മറന്നുപോയി UAE നമ്മുടെ നയതന്ത്ര പാഴ്സലായി അവിടെ എത്തിക്കാൻ. ആരാ അവിടെ ഇരിക്കുന്ന UAE കോൺസുലേറ്റില് ഇരിക്കുന്നത്? സ്വപ്ന സുരേഷും അതിന് PR ആയിട്ടൊരു സുഹൃത്തുമാണ്. ഇത് കൊണ്ടുവന്നപ്പോ സ്വപ്ന സുരേഷ് വരവഴിച്ചു PROക്ക് കൊടുത്തു. PRO അത് മുഴുവൻ സ്കാൻ ചെയ്ത് നിയമമാണ്. അജിത്ത് ഒന്നുമില്ല ഇടപെടുന്നു. സ്കാൻ ചെയ്തപ്പോ അത് മുഴുവൻ ഡോളർ. ഏത്? കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി കൊണ്ടുപോകുന്ന ബഗേജിൽ ഡോളർ കൊണ്ടുപോകാൻ. എവിടുന്ന് ഡോളർ? നിയമസിച്ച് NIA കേസെടുത്ത് അകത്തിട്ടല്ലേ ഇങ്ങളെ. തിരിച്ചു വരുന്നു. പിന്നീട് താമസിക്കാതെ ഇങ്ങോട്ട് സ്വർണം വരിക. ഇന്നിവിടെ ബഗേജ് വന്നു. അത് പരിശോധിച്ചപ്പോ എന്താ സ്കാൻ ചെയ്തപ്പോൾ സ്വർണമാണ്. ഇതെവിടെയാ കൊടുക്കുന്നത്? അത് മുഴുവൻ ഏറ്റുവാങ്ങിയത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ. അയാളെ അറസ്റ്റ് ചെയ്ത് വേറെ കാര്യം. അയാൾ ഇപ്പൊ ഇല്ലെന്നുള്ളൂ. ഇപ്പോൾ ഉണ്ട്. എങ്കിലും അയാൾ ഇപ്പോഴും പിണറായിയുടെ ആളാണ്. എങ്ങനെ 22 പ്രാവശ്യങ്ങൾ സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി തിരുവനന്തപുരത്ത് ഇവിടെയും പത്രസമ്മേളനത്തിൽ പരാതിയായിട്ട് കൊടുത്തിട്ട് ഇതുവരെ അന്വേഷിക്കാത്ത ആ കാര്യത്തിലാണ് ഇപ്പൊ അലിയാർ ഇപ്പൊ ഇറങ്ങിയത്. ഇതിനെപ്പറ്റി അലിയാരെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹം ഇപ്പോ PV അൻവർ നമ്മുടെ KT ജലീലിന്റെ ആളാണല്ലോ. അദ്ദേഹമാണല്ലോ സിനി പ്രവർത്തകനാണല്ലോ ആദ്യം പിന്തുണ കൊടുത്തത്. പിന്നെ പിന്തുണ കൊടുത്തത് നമ്മുടെ കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്, മുസ്ലിം ഭീകരതയുടെ ഭാഗമാണ്. ഇപ്പോ ഈ കേസിന് എന്താ നമ്മുടെ എയർപോർട്ടിൽ നിന്നിറങ്ങിയ സ്വർണം പോലീസ് പരിശോധിക്കാതിരുന്നാൽ അൻവറിന് പരാതിയില്ല, പ്രശ്നം തീർന്നു. അതിന് മുഖ്യമന്ത്രി കൂട്ടുനിന്നില്ല. അതാണ് ഇപ്പൊ പരാതി മുഖ്യമന്ത്രിയെ പറ്റി. പക്ഷെ മുഖ്യമന്ത്രി നോക്കിയാൽ നടക്കാൻ കേന്ദ്ര ഗവൺമെന്റാണ്, പോലീസ് മുഖ്യമന്ത്രിയുടേതാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എത്ര കേസിൽ പ്രതിയാണ്. SFIയുടെ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നിൽക്കുകയാണ്. അയാളും അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയാകത്തു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ആ നിലയെടുത്തത്. ഇപ്പൊ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്, കള്ളപ്പണ ഇടപാട്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് അലിയാർ പോവായിരുന്നു. അതുവഴി പുതിയ നിയമമുണ്ട്. ഇപ്പൊ പണ്ടുകാലത്ത് CRPC ഒക്കെ ആയിരുന്നു, IPC ഒക്കെ. ഇപ്പൊ അതല്ല. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 239 പ്രകാരം PV അൻവർ MLA കുറ്റക്കാരനാണ്. ഇക്കാര്യങ്ങളെല്ലാം CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം
ഈ ന്യായ സംഹിത സെക്ഷൻ 239 പ്രകാരം, കാരണം കൊലക്കേസ് പ്രതിയാവും അൻവർ. കാരണം കൊലക്കേസ് നടത്തിയെന്ന് അയാൾ പറയാണ്, അയാൾ വിളിച്ചു വെച്ചിരിക്കുക എത്ര നാളും 1 കൊല്ലമായിട്ട് പോയതാന്ന് മാമി പോയെന്നാ പറയുന്നത്. അയാൾക്കറിയാവില്ല, എന്തുകൊണ്ട് മിണ്ടിയില്ല. ആള് കുറ്റക്കാരനാണ്, പ്രതിയാവും. ആ നിലയിൽ അന്വേഷണം നടക്കണം, പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ്. രണ്ട് കാട്ടുകള്ളന്മാർ സംശയം വല്ലതും എന്താണ്? ഇല്ല, പറഞ്ഞുതരാം. അത് ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല, അതിന് മിണ്ടാതിരിക്കുന്ന ഞാൻ തെളിവ് ചെയ്ത് പറയാം. SFIയുടെ അന്വേഷണം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണം നടന്നത് ഷോൺ ജോറേന്റെ ഹൈക്കോടതി കേസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംഭവമാണ്, കോടതി ഇടപെട്ട പ്രശ്നമാണ്. പക്ഷേ SFI അറസ്റ്റിലേക്ക് നീങ്ങിയപ്പോ ഡൽഹി ഹൈക്കോടതിയുടെ ഓർഡർ കിടക്കുകയാണ്. നവംബർ 31 വരെ തൊടാൻ പാടില്ല. ഈ നവംബർ 30 വരെ 30 അതിനടുത്ത് തീയതിയാണ്. അതിന് പിണറായിക്ക് നടക്കാം, ഒരു കുഴപ്പമില്ല. ആ തീയതി കഴിയുമ്പോൾ പിണറായി അറസ്റ്റിലാവും. അപ്പൊ നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടാവില്ല. അതുവരെ നിങ്ങൾ ക്ഷമിക്കും, നവംബർ മാസം വരെ. ഏതാ അത് വലിയ കാര്യമുണ്ടോ? RS നേതാവെന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘിന്റെ ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം. ഈ ADG പോയി കണ്ടത് ഇന്ത്യയിലെ 2ാമത്തെ ആളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പോയി കാണുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നതിൽ അയാളുടെ ആവശ്യമാണ്. കേരളത്തിലൊക്കെ അവസാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹത്തെ കാണുന്നത് നല്ലതാണ്. അതിപ്പം RS നേതാവിനെ കണ്ട കുഴപ്പമാണ്, ഭയങ്കര കുഴപ്പമാണ്, സംഭവിച്ചു. ഈ പാണക്കാട് തങ്ങൾക്ക് എന്റെ സ്വർഗം വല്ലതും ഉണ്ടോ? അങ്ങനെ പോയി കാണുന്നതിന് അതെന്താ പറയാത്ത നിങ്ങൾ? പാണക്കാട് തങ്ങളെ കാണാം, കുഴപ്പമില്ല. RS നേതാവിനെ കണ്ട കുഴപ്പമാണ്. ആ വർത്തമാനം പറയും, ശരിയല്ല നിങ്ങൾ പറയുന്നത്. രണ്ടും കൂടെ പറയും, നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഇവിടെ എന്താ സംഭവം? ഇവിടെ ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടരാൻ കഴിയുന്നു, ഒരു പാർട്ടി എന്നതിൽ തുടരാൻ കഴിയാത്ത നിലയായില്ലേ? ആ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുകൂടിയ പ്രതിപക്ഷം ആന്റണിയുടെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്വമില്ലേ? ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ? പിണറായി വിജയനും പ്രതിപക്ഷവും ഒന്നാണ്. അപ്പൊ ഇനി എന്താ രക്ഷ? ഏക രക്ഷാമാർഗം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി നേതൃത്വം കൊടുക്കുന്ന BJPയെ ആശ്രയിക്കുക എന്നതല്ലാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു രക്ഷയില്ല. ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, ഒരു സംശയം വേണ്ട. അല്ല എന്ത് ചെയ്യും? ഇപ്പൊ ജീവിക്കണ്ടേ? 5.5 ലക്ഷം കോടി കടവാ, മനസ്സിലായില്ലേ? ഷാരു എത്ര രൂപ കടവാ? 2 ലക്ഷം രൂപ കടമുണ്ട് ഷാരുവിന്. വല്ല മേടിച്ചോ? ഞാനും ചിരിക്കുക, ഞാനും കടക്കാരനാ, നിങ്ങളല്ലാതെ. അത് കോടതിയാ, സുപ്രീം. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, വക്കീലന്മാരെ മാറി മാറി വെച്ചാണ് 40 കോടിയായി ഇപ്പം ലെവലിംഗ് കേസ് മാറ്റിവെക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിന് ചെലവ്. പോരെ 42 കോടി. വലിയ തെറ്റാണ്, അതും നീങ്ങുന്നുണ്ടോ? ധൈര്യമായിട്ടിരുന്നു. ഈ ഡിസംബറിന് മുമ്പ് പിണറായി വിജയൻ ജയിലിൽ പോകും, നിങ്ങൾ എഴുതിയിട്ടോ? അൻവർ ഇറങ്ങിയത് അൻവറിന്റെ മാത്രം കാര്യമല്ലല്ലോ. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ലോകം മുഴുവൻ ഇസ്ലാമവൽക്കരിക്കണം നിർബന്ധിക്കുന്ന ഒരു വലിയ സെക്ടർ, അതിന് പിന്തുണ, ഈ അലിയാർ ഉൾപ്പെടെ പിന്തുണ കൊടുക്കുന്ന, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അതീവ സമ്പന്നന്റെ സഹായം ഈ കാര്യത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ അതീവ സമ്പന്നൻ നമുക്ക് ആർക്കും ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല, അത്രമാത്രം വലിയ സമ്പന്നനാണ്. ആ സമ്പന്നന്റെ പിന്തുണയോടുകൂടിയാണ് അലിയാരും ജലീലും ഒക്കെ ഈ പണി, കാരാട്ട് ഡ്രസ്സൊക്കെ ഈ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏതാ ഈ സമ്പന്നൻ? നേതൃത്വം കൊടുക്കുന്നില്ല, സാമ്പത്തികമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു.
പുള്ളി കേരളീയൻ. ഏതാ? ഇന്ത്യക്ക് പുറത്തല്ല, ലോകം മുഴുവൻ ബിസിനസ്. ഇത് കേട്ടു. ഇതെനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾ പറയുന്നല്ലോ, പിന്നെ എന്തിനോട് ചോദിക്കുന്നു? നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് എനിക്കറിയാവുന്ന എല്ലാം അറിയാവുന്ന എന്റെ ആളാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ബിസിനസ്സിന് എല്ലാവരും ആളാകും, പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസത്തിന് ഒരാളുടെ ആളാകാനേ കഴിയൂ. അത് പൊളിറ്റിക് ഇസ്ലാമാണ്. അതാ പ്രശ്നം. ഇത് ലോകം മുഴുവനാണ്. ഇസ്ലാമവൽക്കരിക്കുക, മറ്റ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ തകർക്കുക. ഇതൊരു വലിയ ഗൂഢലക്ഷ്യത്തോടുള്ള നീക്കമാണ്. ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ, നല്ല മുസ്ലിങ്ങളല്ല, നല്ല മുസ്ലിങ്ങൾ ആരും പഠിക്കില്ല, ഒരു അറ്റം ഭീകരവാദികളുണ്ട്. SDPI ഉദാഹരണം. SDPIയുടെ ഉദ്ദേശം എന്താ? പച്ചക്കല പേര് പറഞ്ഞ SDP. അത് അവര് വളരെ ശക്തമാണ് നീങ്ങാണ്. അല്ലാതെ ശരിപ്പെടുത്തും, കൊല്ലാൻ പറ്റുക കൊല്ലും, കൊല്ലിയാലും മറ്റുള്ളടത്ത് തകർക്കും. എന്നെ എങ്ങനെ തോപ്പിച്ച് കൂടുതൽ വർത്താനം പറയണം? എങ്ങനെ നോക്കും ഞാൻ? ഒറ്റ ഇസ്ലാം വോട്ടും ഇല്ല, 22,000 വോട്ട് ഒരുമിച്ച് പോയത് പറയും. അതവർ ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ പണിയും ചെയ്യും. എന്നാൽ ഇപ്പുറത്ത് ക്രിസ്ത്യാനി ഹിന്ദു ഉണ്ട്. ക്രിസ്ത്യാനി ഹിന്ദു എന്ന് മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി വരുന്നുള്ളൂ. ഇനി ഞാൻ അബദ്ധം പറ്റാതെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞ് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. ഇവിടെ ഒളിച്ചു വെക്കാതെ പറയാം, ഇവിടുത്തെ ഹൈന്ദവരും, മനസാക്ഷിയുള്ള ഹൈന്ദവരും, മനസാക്ഷിയുള്ള മുസ്ലിങ്ങളും, ദേശീയ കാഴ്ച ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും, ഇവിടുത്തെ ക്രിസ്ത്യാനികളും, ഇവിടുത്തെ SC/ST ജനവിഭാഗവും ഉൾപ്പെടെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ എല്ലാത്തിനും തലപോക്ക. സൂക്ഷിച്ചുണ്ടാകും. എല്ലാം കൂടെ ഒന്നിക്കണം. വലിയ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാം. അടുത്ത മാർച്ച് 25 അവർ വെച്ച ഡേറ്റ്. ബാക്കി ഇപ്പൊ പറയുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടുകയല്ല, അതിനൊക്കെ അപ്പുറത്താണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോ പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിലുള്ളത് കൊണ്ട് നമ്മുടെ തല കഴുത്തിന് മുകളിലുണ്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അത്രമാത്രം ഭീകരവാദത്തിലേക്ക് പോയിരിക്കുക. നമ്മളെല്ലാം ശ്രദ്ധിച്ചേ മതിയാവും. നല്ല യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ ഇതിനൊന്നും കൂട്ടുനിൽക്കുകയില്ല. ഇത് ചില തീവ്രവാദികളാണ്. ആ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്താനുള്ള നടപടികൾ ഉണ്ടാകണം തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നാ വിശ്വാസക്കാരി പാണക്കാട് തങ്ങളെന്ന് പറഞ്ഞ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാന്യനായ നേതാവാണ്. അങ്ങനെ അത് പോയി കണ്ടാലില്ല. അദ്ദേഹം വീട്ടിലാണ് പോയി കണ്ടത്. എന്താ അതിന് കുഴപ്പം? അതിന് കുഴപ്പമുണ്ടോ? അതിന് പോയ വഴിക്കല്ലോ തടസ്സം പറ്റോട്ടെ. കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടല്ലോ. ഷീടാ എന്താ എന്റെ പനിയ അനിയൻ എന്ത് പറ്റി? ഇങ്ങനെ ചീപ്പായിട്ട് ചോദിക്കാതെ കാര്യമായിട്ട് പറയും. അല്ല, ഞാൻ ചോദിക്കും, ഇപ്പൊ ഈ RS നേതാവിനെ കണ്ട എന്നാ ഡേറ്റ് ചോദിക്കാത്ത എന്താ? അതുകൂടെ ചോദിക്കും. അതെന്നാ എനിക്കറിയത്തില്ല ഡേറ്റ്. ഞാൻ എന്തിനാ ഈ ഡേറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് നടക്കുക? ഇവരെ വഴിയൊന്നുമില്ല. കണ്ടു, അതിന് എന്നെ കുഴപ്പമെന്ന് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? പാണക്കാട് തങ്ങളെ കണ്ടതിന് എന്താ കുഴപ്പം? ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ എല്ലാ നേതാക്കന്മാരും പോയി കണ്ടെന്നിരിക്കുക. ഒരു തെറ്റുമില്ലെന്ന് എന്റെ അഭിപ്രായം. മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞത്. ADGP ഒരു കൊള്ളക്കാരനാണെന്ന് എന്റെ വിശ്വാസം. അയാൾ ഇനി അവിടെ വെച്ചോണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ വിവരക്കേടുകൊണ്ട് ഉള്ളത് പറയുന്നത്. എനിക്ക് ഞാൻ ഒരു സൈഡും അല്ല എന്റെ നിഷ്പക്ഷ അഭിപ്രായം. അത് CPM ചെയ്യേണ്ടതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു MLA എന്ന നിലയിൽ അയാളുടെ പേരിൽ കേസെടുത്തിട്ട് അയാള് രാജിവെച്ച് പോയാൽ, ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ സിനിമ എന്നാ മുകേഷ്, അയാള് രാജിവെക്കണം പറഞ്ഞു. ഞാൻ രാജിവെക്കണം അഭിപ്രായക്കാരൻ. അയാളുടെ പേരിൽ എടുത്ത കേസ് നിയമം അനുസരിച്ച് കോടതി അയാളെ ശിക്ഷിച്ചാൽ അയാൾ രാജിവെക്കണം. അയാൾ വെറുതെ വിട്ടുപോയാൽ പിന്നെ രാജിവെച്ചാൽ പിന്നെ തിരിച്ച് സാധനം കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ആ രാജിവെക്കുന്നത് പറഞ്ഞ് ന്യായമില്ല. ന്യായം വെക്കണമെങ്കിൽ അതിന് വ്യക്തമായി തെളിവ് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി പറയാം, നീ കുറ്റക്കാരനാണ്, അപ്പൊ രാജിവെച്ചു. ഇല്ല, കെ സുരേന്ദ്രൻ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സുരേന്ദ്രൻ പറയാം, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുള്ളൂ. അയാൾ
കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മുകേഷ് അല്ല, ആരാണ് രാജിവെക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ രാജിവെക്കണമെന്നല്ല, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകാതെ നേരെ പോകും. ചുമ്മാ ഉടക്ക് വർത്താനുമായിട്ട് നടക്കുക. കുത്തിത്തിരിപ്പ്. അതെ, അവിടെ ഈ തങ്ങളുടെ കാര്യം ചോദിച്ചാൽ പോയത് പോയി, പുള്ളിയുടെ ആവശ്യം കഴിഞ്ഞു. സെൽവരാജ് രാജിവെച്ചെങ്കിലും പിടിക്കണം. ഞാൻ ഉണ്ടായിരുന്നല്ലോ. അയാള് CPM നിന്ന് ആദ്യമായിട്ടൊരു MLA പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് ചേർന്ന് ഞാൻ തന്നെ അത് ചെയ്ത്. ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ് എന്റെ പഠിക്ക് പോയി ഞാൻ അന്വേഷിച്ചു. അൻവർ രാജിവെക്കുന്നു ഞാൻ പറഞ്ഞു, അത് CPM പറയട്ടെ. അയാളിപ്പം എനിക്ക് അയാളെ പറ്റി ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിയമം അനുസരിച്ച് സെക്ഷൻ BNS സെക്ഷൻ 239 അനുസരിച്ച് അൻവർ പ്രതിയാണ്. കാരണം അയാൾ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്, കോഴിക്കോട് മാമിയെ കഴിഞ്ഞ് ഒരു കൊല്ലമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനെ കാണാനില്ല, കൊന്നതെന്നറിയാമെങ്കിൽ കേസെടുപ്പിക്കണ്ടേ? അപ്പൊ അയാൾ പ്രതിയല്ലേ? ഇത് സത്യം ഇത്ര ഗുരുതരമായ തിരികോട്ടുമാണ്. അത് ഒളിപ്പിച്ചു വെച്ച അൻവർ പ്രതിയാണ്, ഒരു സംശയം വേണ്ട. അത് നിയമമാണ്. ആയിരിക്കാം പിണറായി ഇങ്ങനെ പലരും പേടിക്കണമല്ലോ. മകളെ പേടിക്കണം, ആരെല്ലാം പേടിക്കണം. പാവം പണ്ടായിരുന്നു ശക്തി, ഇപ്പൊ ശക്തി ഒന്നും ഇല്ലെന്നേ. എല്ലാം അറിയാം പുള്ളിക്ക് പറ്റുകയെന്നായിരുന്നു. പുള്ളി ഞാൻ അങ്ങനെ കുറ്റം, പക്ഷെ അങ്ങനെ നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു, ഓടിച്ചു നിൽക്കുന്നില്ല. നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു. ഇങ്ങനെ ചിരിക്കുന്ന കാര്യം പറഞ്ഞു. ശശി അല്ല, ഇങ്ങോട്ട് ഞാൻ പറയാം. ഈ പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോ കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് പിണറായി വിജയൻ. ഞാൻ ഇപ്പോഴും പറയുന്നു. ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുക, നിഷേധിക്കട്ടെ. തന്നോടുള്ള നിഷേധിച്ച് തെളിയിച്ചു തരാം. അങ്ങേരായിരുന്നു ഏറ്റവും മുടക്കൻ. അതായത് 1676 മെഗാവാട്ട് വൈദ്യുതിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. അറിയാമോ? ജനറേറ്റ് ചെയ്യിപ്പിച്ചത് പിണറായി വിജയന്റെ കഴിവില്ല. ആരെല്ലാം നോക്കി നടന്നില്ലോ. എന്ന് ഇടുക്കി പദ്ധതി പോലും കമ്മീഷൻ ചെയ്തത് പിണറായി വിജയൻ. അത്ര പ്രഗത്ഭനായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി ചക്കരക്കുളത്ത് കൈയിട്ടു, നക്കാനും തുടങ്ങി. ആ നക്ക് വാരി സീനായി. അതാണ് അല്ല ഭേദമായിരുന്നു. ആരാണ് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ചക്കര തിന്നാൻ പഠിപ്പിച്ചത് എനിക്കറിയില്ല. സങ്കടമാണ്. ഒരു കേരളത്തിന് നഷ്ടപ്പെട്ട നല്ല വ്യക്തിയാണ്. അതാണ് അതിനകത്ത് കാണുന്നത്. ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി മന്ത്രി ഒന്ന് ആലോചിച്ചു, എത്ര പ്രഗത്ഭനായിരുന്നു. നിയമസഭ ഞാൻ പച്ചയ്ക്ക് അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ അഭിനന്ദിച്ച ഒരാളാണ് നിയമസഭയിൽ ഈ പിണറായി വിജയൻ. അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നോണ്ട് ഇതാണ് ഉള്ളവരെ പറയേണ്ടത്. ഇന്ന് ഈ കള്ളം പറയും നമ്മള്. എനിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല, കുഴപ്പമില്ല. ഉള്ളവരെ പറയും. എനിക്ക് അത് വലിയ ബുദ്ധിയൊന്നും വേണ്ടി വന്നില്ല. സ്നേഹം പറഞ്ഞ സ്നേഹം മതിയായിരുന്നു. അൻവറിന് കള്ളന്മാരെ കൊള്ളക്കാരൻ ചുമക്കുന്ന എന്റെ ജോലി. നീ ഒരു ഭയങ്കര കള്ളക്കാണല്ലോ. അവനെ നമുക്ക് കേട്ടോ. ആര് ചോദിച്ചെന്നെ കളിയാക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഈ സബ്ജക്റ്റ് ഒന്നും മാറി എന്ന് കാര്യം പറഞ്ഞു. അത് പറഞ്ഞ ധൈര്യമായിട്ടിരുന്നു, ഒന്നും പഠിക്കട്ടെ. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, വിഷയം മാറിയ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം കഴിഞ്ഞ് ഹൈക്കോടതി ഇടപെട്ടാണ് ഇപ്പൊ പുറത്തു വന്നത്. നിങ്ങൾക്കറിയാമോ? 4.5 കൊല്ലം കഴിഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നത്. കാരണം ഹൈക്കോടതി ഇടപെട്ടു. അതുപോലെ കോടികൾ മുടക്കി കേരള സർക്കാർ വെച്ച ഒരു റിപ്പോർട്ടുണ്ട്, പൊതുഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. അതായത് ജസ്റ്റിസ് റിട്ടയർഡ് JB കോശി കമ്മീഷൻ പഠന റിപ്പോർട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് 20/10/2023 റിപ്പോർട്ട് സമർപ്പിച്ച 1 കൊല്ലം കഴിഞ്ഞു. ഇതവിടെ ഇങ്ങനെ ചേംബറിൽ ഇരിപ്പുണ്ട്. കേരള മുഖ്യമന്ത്രി ദയവ് ചെയ്ത് JB കമ്മീഷൻ, ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു. ആ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. തീർച്ചയായും ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. CBC മെത്രാൻ സമിതിയും മറ്റ്
ക്രൈസ്തവ മേലധ്യക്ഷന്മാരും എല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്രയും വേഗം അതിന്മേൽ ഒരു റിപ്പോർട്ട് തീരുമാനം ഉണ്ടാക്കണം എന്ന് വിനീവർസിൽ അഭ്യർത്ഥിക്കുകയാണ്. യെസ്, മതിയല്ലോ, നിർത്തിക്കോട്ടെ. പൊക്കോളം പറയാതെ ഞാൻ പോകാൻ അറിയാൻ എന്റെ സ്വഭാവം. അല്ല, ഒരു മോശം